ദേശാഭിമാനി വിവാദത്തിൽ ഇടപെട്ട് പാർട്ടി വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്ററോട് വിശദീകരണം തേടി CPM. ന്യൂസ് എഡിറ്റർ KR അജയനോടാണ് വിശദീകരണം തേടിയത്. 4 മണിക്കുള്ളിൽ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. വിജിൻ വായന്തോട് വിവരങ്ങൾ വായിച്ചിരുന്നു. വിജിൻ, എന്ത് വിശദീകരണമാണ് നൽകേണ്ടത്? അജിംസ്, ഈ വാരാന്ത പതിപ്പ് റദ്ദാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കള്ളൻ വിജയൻ എന്ന പേരിൽ ഉള്ള മറ്റൊരു ഫീച്ചർ അത് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നേരത്തെ തന്നെ ദേശാഭിമാനിയുടെ പത്രത്തിന്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്റർമാർ ആ തലക്കെട്ട് മാറ്റണം എന്ന് KR അജയനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല. അതിനുശേഷമാണ് അത് പ്രസിദ്ധീകരണത്തിലേക്ക് പോയത്. അതുമായി ബന്ധപ്പെട്ടാണ് വാരാന്ത പതിപ്പ് പൂർണ്ണമായും റദ്ദ് ചെയ്യുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയത്. ഇതിലാണ് ഇപ്പോൾ KR അജയനോട് ഈ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്റർ KR അജയനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM ഇക്കാര്യത്തെ കുറച്ചുകൂടി ഗൗരവമായി കണ്ടുള്ള ഇടപെടലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം VS-ന്റെ അനുസ്മരണ ലേഖനം, അതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദമുണ്ടായത്. ഇന്നലെ ഇറങ്ങേണ്ടിയിരുന്ന വാരാന്ത്യ പതിപ്പ് അത് ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഉള്ള ഫീച്ചർ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ റദ്ദ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ വാർത്തകൾ ഉയർന്നിരുന്നു. ഇങ്ങനെ VS-ന്റെ അനുസ്മരണ ലേഖനം തന്നെയുള്ള ഒരു വാരാന്ത പതിപ്പ് അത് റദ്ദ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോയതാണ് വലിയ വിവാദത്തിലേക്ക് നയിച്ചത്. പിന്നീടാണ് അതിന്റെ ഒരു യഥാർത്ഥ വസ്തുത പുറത്തു വന്നത്. അത് ഈ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള തലക്കെട്ടിൽ ഇറങ്ങാൻ പോകുന്ന ആ ഫീച്ചറുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് VS-ന്റെ അനുസ്മരണ ലേഖനം കൂടിയുള്ള വാരാന്ത പതിപ്പ് റദ്ദ് ചെയ്യേണ്ടി വന്നത്. അതിലാണിപ്പോൾ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്റർ KR അജയനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത നൽകിയതിലും പാർട്ടിക്ക് അമർഷമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദേശാഭിമാനി അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ കടക്കുന്നത്. ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്റർ ഇന്നലെ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊരു ലേഖനമേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ്. സ്വരാജ് അക്കാര്യത്തിൽ അങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് എന്തായാലും ഇന്നലെ പ്രസിദ്ധീകരിക്കേണ്ട വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് VS-നെ അനുസ്മരിച്ചുകൊണ്ടുള്ള ലേഖനം കൂടി ഉൾപ്പെടുത്തിയ വാരാന്ത പതിപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 4 മണിക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് എഡിറ്റർ അജയനോട് CPM നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ലേഖനത്തിന്റെ തലക്കെട്ട് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. വിജിനിലേക്ക് ഒരിക്കൽ കൂടി വിജിൻ, ഈ കള്ളൻ വിജയൻ എന്നുള്ള തലക്കെട്ട് മാറ്റണമെന്നാണോ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്? അത് വഴങ്ങിയില്ല ഇയാൾ. അതൊരു നാടകത്തിലെ ഒരു നാടക കലാകാരനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു TC രാജേഷ് എന്ന ആൾ എഴുതിയത്. അയാൾ തന്നെ ഫേസ്ബുക്കിൽ ഇന്നലെ എന്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തലക്കെട്ട് അത് മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു KR അജയനോട് എഡിറ്റോറിയൽ ടീം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അത് മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. അത് മാറ്റാൻ കഴിയില്ല എന്ന് ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ ടീമിനോട് ആവശ്യപ്പെടുകയായിരുന്നു. KR അജയൻ നിലവിൽ വാരാന്ത പതിപ്പിന്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്ററാണ്. അദ്ദേഹം അതിൽ വാശി തുടർന്നതിനാലാണ് ആ പ്രസിദ്ധീകരണത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിവാദത്തിലേക്ക് എത്താനുള്ള കാരണം ഈ കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ആ ഫീച്ചർ പ്രസിദ്ധീകരിച്ചതാണ്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായും പിൻവലിക്കേണ്ടി വന്നത്. അല്ലാതെ VS-ന്റെ ലേഖനം ഏതെങ്കിലും തരത്തിൽ VS-നെ അനുസ്മരിക്കുന്ന ലേഖനം ഒഴിവാക്കാൻ ഉള്ള നടപടിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ തലക്കെട്ടിലുള്ള ആ ഫീച്ചർ അത് ഒഴിവാക്കാനായിരുന്നു ഇത്തരത്തിൽ പൂർണ്ണമായും വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരണം തന്നെ അവസാനിപ്പിക്കുകയും അത് പുറത്തേക്ക് എത്താത്ത നിലയിൽ പൂർണ്ണമായും റദ്ദു ചെയ്യുകയും ചെയ്തത്. അതിൽ വിവാദമുണ്ടാവുകയും ഇക്കാര്യം വിവാദമായി മാറാൻ KR അജയന്റെ നിലപാടുകളാണ് അതിൽ നിർണായകമായത് എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് കൂടുതൽ സമയമെടുത്തുള്ള വിശദീകരണമല്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വാരാന്ത പതിപ്പ് വിവാദത്തിൽ വാരാന്ത പതിപ്പിന്റെ എഡിറ്ററോട് വിശദീകരണം തേടിയിരിക്കുകയാണ് CPM.